പുരോഹിതൻ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കി പുഞ്ചിരി തൂകുന്നു. പടവുകളുടെ ചൂട്ടിൽ അവൾ വളരെ ചെറുതായി കാണപ്പെട്ടു. മഹാപുരോഹിതൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രധാന പുരോഹിതൻ നിത്യനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാവരും തലകുനിച്ച എളിമയോടെ അതിൽ പങ്കുചേർന്നു. മഹാപുരോഹിതൻ അവളെ ആംഗ്യം കാട്ടി വിളിക്കുന്നു. മാതാവിനെയും പിതാവിനെയും വിട്ട് അവൾ ഏതോ ഒരു ആകർഷണശക്തിയാൽ നടകൾ കയറി വരുന്നു. അവൾ പുഞ്ചിരി തൂകുന്നു. ദേവാലയത്തിൻ്റെ നിഴലിൽ അവൾ പുഞ്ചിരിക്കുന്നു. ദേവാലയ തിരശ്ശീലയുടെ നിഴലിൽ അവൾ മഹാപുരോഹിതൻ്റെ പാദത്തിങ്കലെത്തി. അദ്ദേഹം കരങ്ങൾ അവളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. ബലിവസ്തു സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാൾ നിർമ്മലമായ ഒരു ബലിവസ്തുവിനെ ദൈവം സ്വീകരിച്ചിട്ടുണ്ടോ? പ്രധാന പുരോഹിതൻ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവളെ നിർമ്മലമായ ഈ കുഞ്ഞാടിനെ ദേവാലയ കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അകത്തു പ്രവേശനം നൽകുന്നതിന് മുൻപ് അവളോട് ചോദിക്കുന്നു, ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട മേരി, നിന്റെ വ്രതത്തെക്കുറിച്ച് നിനക്ക് അറിയാമോ? അവളുടെ മണിനാദം പോലുള്ള ശബ്ദം അറിയാം എന്നുത്തരം നൽകുന്നു. എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുക, എൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വ്യാപരിക്കുക, എല്ലാറ്റിലും പരിപൂർണയാവുക. മേരി അകത്തു പ്രവേശിക്കുന്നു. അന്ധകാരം അവളെ ആവരണം ചെയ്യുന്നു. കന്യകകളും അവരുടെ അധ്യാപികമാരും പിന്നാലെ ലേവ്യരും ക്രമേണ അവളെ മറയ്ക്കുന്നു. അകത്തേക്ക് അവൾ പോകുന്നു. ഇപ്പോൾ അവളെ അല്പം പോലും കാണാൻ കഴിയുന്നില്ല. വാതിലിൽ അതിൻ്റെ മനോഹര ശബ്ദത്തോടെ കറങ്ങി അടയുന്നു. വാതിലടയുമ്പോൾ പ്രദക്ഷിണം ഉള്ളിലേക്ക് പോകുന്നത് വിടവിലൂടെ കാണാം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് അവർ നീങ്ങുന്നു. വാതിലിൻ്റെ വിടവ് ഇപ്പോൾ ഒരു നൂൽ വണ്ണമേയുള്ളൂ. അതും മറയുന്നു. കതക് പൂർണ്ണമായും അടയുന്നു. വിജാഗിരിയുടെ സംഗീതത്തിനുത്തരമായി വൃദ്ധരായ മാതാപിതാക്കളുടെ ഒരു തേങ്ങലാണ് കേൾക്കുന്നത്. മേരി മകളെ അനന്തരം ഒരു ഞെരുക്കം. പരസ്പരം പേര് വിളിച്ച് സമാധാനപ്പെടാൻ നോക്കുന്നു. അതായോ വാക്യം. രണ്ടുപേരും ഒരുമിച്ച് മന്ത്രിക്കുന്നു. അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും തൻ്റെ വഴികളിലൂടെ അവളെ നയിക്കുകയും ചെയ്യുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാം തീരുന്നു. ഈശോ പറയുന്നു, മഹാപുരോഹിതൻ പറഞ്ഞു, എൻ്റെ മുൻപിൽ നീ നടക്കുക, പരിപൂർണയായിരിക്കുകയും ചെയ്യുക എന്ന്. പരിപൂർണതയിൽ ദൈവത്തിന് മാത്രം താഴെയായിരിക്കുന്ന സ്ത്രീയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് പ്രധാന പുരോഹിതൻ അറിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ നാമത്തിലാണ് സംസാരിച്ചത്. തന്നിമിത്തം ആ കൽപ്പന വിശുദ്ധവുമായിരുന്നു. അതെപ്പോഴും പരിശുദ്ധമായിരുന്നു. പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ തികവായിരുന്ന കന്യകയെ സംബന്ധിച്ച്. ജ്ഞാനം അവൾക്ക് മുമ്പേ നടക്കുകയും തന്നെ തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും വേണമായിരുന്നു. അതിന് മേരി അർഹയായിരുന്നു. കാരണം അവളുടെ ജന്മം മുതൽ അതിൻ്റെ പടിക്കൽ അവൾ കാവലിരുന്നു. പഠിക്കപ്പെടാൻ അവൾ ആഗ്രഹിച്ചു. സ്നേഹനിമിത്തം അവൾ നിർമ്മലയായിരിക്കാൻ ആഗ്രഹിച്ചു. പരിപൂർണ സ്നേഹത്തിലെത്താൻ വേണ്ടി ജ്ഞാനത്തെ തൻ്റെ ഗുരുവായി ലഭിക്കാൻ അവൾ ആഗ്രഹിച്ചു. ജനിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് ജ്ഞാനമുണ്ടായിരുന്നുവെന്ന് അവളുടെ എളിമ നിമിത്തം അവൾ അറിഞ്ഞില്ല. ജ്ഞാനത്തോടുള്ള ഐക്യം പർദീസയിലെ ദൈവിക സ്പന്ദനങ്ങളുടെ തുടർച്ചയാണെന്നും അറിഞ്ഞിരുന്നില്ല. അത് വിഭാവന ചെയ്യാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവളുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ദൈവം മന്ത്രിച്ച നിഗൂഢമായ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ ചിന്തകളാണെന്നും കരുതി അവളുടെ നിഷ്കളങ്കമായ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തി അങ്ങേ ദാസിയുടെ മേൽ കരുണയായിരിക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചിരുന്നു. ഓ, യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ തികവായിരുന്ന കന്യക, നിത്യകന്യക. അവളുടെ ജീവിതത്തിൽ ആദ്യ ദിവസം മുതൽ ഒരു കാര്യം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ജീവിതത്തിൻ്റെ പ്രഭാതം മുതൽ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. സ്വന്തം ഹൃദയത്തിൻ്റെ ബലഹീനതകൾക്ക് മാപ്പപേക്ഷിക്കുക. അവളുടെ എളിമ അതാണ് അവളെ ബോധ്യപ്പെടുത്തിയത്. ഈ പ്രാർത്ഥനയെല്ലാം ഭാവിയിൽ പാപികൾക്ക് വേണ്ടി നടത്താനിരുന്ന പാപപൂർത്തിക്കായുള്ള അപേക്ഷയുടെ മുന്നോടിയായിരുന്നു എന്നവൾ അറിഞ്ഞിരുന്നില്ല. ഭാവിയിൽ കുരിശിൽ മരിക്കുന്ന തൻ്റെ മകനോടൊത്ത് പാപികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ മുന്നോടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അത്യുന്നതനായ കർത്താവ് നിശ്ചയിക്കുമ്പോൾ അവളുടെ ആത്മാവ് വിവേചനയുടെ അരൂപിയിൽ നിറയ്ക്കപ്പെടും. അപ്പോൾ തൻ്റെ ഉന്നതമായ ദൗത്യം അവൾ മനസ്സിലാക്കും. ഇപ്പോൾ അവൾ ഒരു കൊച്ചുകുട്ടി മാത്രമാണ്. ദേവാലയത്തിൻ്റെ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ തൻ്റെ ദൈവവുമായി അവൾ കൂടുതൽ കൂടുതൽ അടുക്കുകയും ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് എല്ലാവർക്കും വേണ്ടിയാണ്. എന്നാൽ എൻ്റെ കൊച്ചുമേരി, നിനക്ക് വേണ്ടി നിൻ്റെ ഗുരുവിന് ഒന്നും പ്രത്യേകമായി പറയുവാനില്ലേ? എൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക, അതിനാൽ പരിപൂർണയാവുക. ഞാൻ ഈ തിരുവചനം അല്പം വ്യത്യാസപ്പെടുത്തുന്നു, എന്നിട്ട് അതൊരു കൽപ്പനയായി ഞാൻ നിനക്ക് തരുന്നു. സ്നേഹത്തിൽ നീ പൂർണ്ണയാവുക, ഔദാര്യത്തിൽ പൂർണ്ണയാവുക, സഹനത്തിൽ പൂർണ്ണയാവുക. ഒരു പ്രാവശ്യം കൂടി എൻ്റെ അമ്മയെ നോക്കൂ. പലരും അവഗണിക്കുന്നതും അവഗണിക്കാൻ ആഗ്രഹിക്കുന്നതും സങ്കടങ്ങളെയാണ്. അത് അവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. അതവർക്ക് വിഷമം വരുത്തുന്നു. ദുഃഖം മേരി അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തുടങ്ങി സഹിക്കുകയായിരുന്നു. അവൾ പരിപൂർണയായിരുന്നതുകൊണ്ട് എല്ലാം അതിസൂക്ഷ്മമായി അവൾ ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം കൂടുതൽ സഹനം അവൾക്കുണ്ടായിരുന്നു. അതിനാൽ അത് കൂടുതൽ യോഗ്യതയുള്ളതായി. നൈർമല്യമുള്ളവർക്ക് സ്നേഹമുണ്ട്, സ്നേഹമുള്ളവർക്ക് ജ്ഞാനമുണ്ട്, ജ്ഞാനമുള്ളവർക്ക് ഔദാര്യം, ധീരോദാത്തതയുമുണ്ട്. കാരണം അപ്പോഴറിയാം എന്തിനു വേണ്ടിയാണ് കഷ്ടത സഹിക്കുന്നതെന്ന്. കുരിശിൻ്റെ ഭാരം നിന്നെ കുനിച്ചു കളഞ്ഞാലും നിന്നെ തകർത്ത് കൊന്നു കളഞ്ഞാലും നീ ധൈര്യമായിരിക്കുക. ദൈവം നിൻ്റെ കൂടെയുണ്ട്.